തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ മാത്രമല്ല, ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികളും തലസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളുമായി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ജനം ടിവിക്കൊപ്പം ചേരുന്നു. കേരള എക്സ്പ്രസിൽ നിന്നും ഗൂഗിൾ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർക്ക് ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരടക്കമുള്ള ജനപ്രതിനിധികളും ഈ യാത്രയിൽ വളരെ ആവേശഭരിതമായിട്ട് ഉണ്ട്. അവരിൽ കുറച്ച് പേര് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ചേട്ടാ നമസ്തേ, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഇപ്പം അടുത്ത് ഇനി പ്രധാനമന്ത്രിയെ കണ്ട് നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ടൊരു അവസരം കൂടെ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു നിമിഷത്തെ എങ്ങനെയാണ് നോക്കുന്നത്? നമ്മുടെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നവരൊന്നുമല്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒരു വാർഡിൽ നിന്ന് ജയിച്ച് ഒരു ജനപ്രതിനിധി ആയത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ഭാഗ്യമാണ്. അപ്പം ഇത് വെച്ച് ഇപ്പം തന്നെ ഇന്നലെ തന്നെ ഈ മീഡിയയിലെല്ലാം വന്ന് ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം വന്നപ്പോൾ തന്നെ സാധാരണ പ്രവർത്തകർക്ക് തന്നെ ഇതിന് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം മോദിയെ കാണാനുള്ളൊരു ഭാഗ്യം, അടുത്തു നിന്ന് കാണാൻ, നമ്മൾ എത്രയും ദൂരെ നിന്നാണ് ഒന്ന് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വൽസ്, അതൊരു മഹാഭാഗ്യമായി കരുതുന്നു. എൻ്റെ പേരും സ്ഥാപനത്തോടെന്ന് പറയും. ഞാൻ പണിമൂല വാർഡ്, പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിൽ പണിമൂല വാർഡിൽ നിന്നാണ് ജയിച്ചത്. അവിടുത്തെ ഓപ്പോസിറ്റ് പാർലമെന്ററി പാർട്ടി ലീഡറാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ യാത്ര കടന്നിരിക്കുകയാണ്? ലഭിക്കുന്ന സ്വീകരണങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ തന്നെ ആവേശഭരിതമായിട്ടുള്ള സ്വീകരണങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയത് എന്താ പറയുക, അത് എൻ്റെ വിളപ്പിൽ ജനതകൾക്കും അവിടുത്തെ എൻ്റെ പാർട്ടി പ്രവർത്തകർക്കും ഞാനൊരു വലിയ നന്ദി പറയുന്നു. ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയത് അവർ കാരണമാണ്. അവർക്കാണ് ഞാൻ ആദ്യം എൻ്റെ നന്ദി അറിയിക്കുന്നത്. പേരും ഒന്ന് പറ. എൻ്റെ പേര് സൗമ്യ, വിളപ്പിൽ പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും. ചേച്ചി, ഇനി പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പോവുകയാണ്. ഈ ലഭിച്ച ഒരു അവസരത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ ഭാഗ്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെ. കാര്യം കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാമത്തെ തവണ ജനപ്രതിനിധിയായതാണ് സെയിം വാർഡിൽ നിന്ന്. അപ്പോൾ പ്രധാനമന്ത്രി വന്ന സമയത്തൊക്കെ ഒന്ന് അടുത്ത് കാണണമെന്ന് വളരെയധികം ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും അടുത്ത ഒരു സാഹചര്യത്തിൽ കിട്ടിയ ഏറ്റവും വളരെയധികം ഭാഗ്യം. ശരിക്കും എന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ സഹപ്രവർത്തകർക്കും എന്നെ ഇതിനു വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ച എൻ്റെ നേതാക്കൾക്കും ഈ 3ാമതും ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായി വരാൻ സാധിച്ച എൻ്റെ കുഴുതാലച്ചലിലെ നിവാസികൾ, വോട്ടർമാർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. കാര്യം പ്രത്യേകിച്ച് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അടുത്ത് മോദിയെ കാണാൻ കഴിയുന്നുള്ളൊരു വാക്കുകൾ തന്നെ കിട്ടാത്തൊരു അവസ്ഥയാണ്. ശരിക്കും സന്തോഷം. എൻ്റെ പേര് രാജലക്ഷ്മി എന്നാണ്. ഞാൻ കല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മൾ BJPയുടെ മുതിർന്ന കാര്യകർത്താവ് സോമൻ ചേട്ടൻ കൂടി ചേരുകയാണ്. ചേട്ടാ, ഇത് ശരിക്കും പറഞ്ഞാൽ BJPക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഈ ഏറ്റവും ജനങ്ങളുമായിട്ട് ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു നേതാക്കളെ, രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ നേരിട്ട് കാണിക്കുക, അദ്ദേഹത്തിന് മുന്നിൽ അവരുടെ നാടിൻ്റെ ആ ചെറിയ പ്രദേശത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ പോലും പ്രധാനമന്ത്രിക്ക് മുന്നിൽ വയ്ക്കാനൊരു അവസരം കൊടുക്കുക എന്ന്, ഇത് BJPക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും BJP ലക്ഷ്യം വയ്ക്കുന്നത് വികസിത ഭാരതമാണ്. ആ വികസിത ഭാരതം എന്ന സന്ദേശം രാജ്യത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ആരാധ്യനായ പ്രധാനമന്ത്രി മോദിജിയാണ്. സ്വാഭാവികമായിട്ടും അത് വികസിത കേരളം എന്നുള്ളത് BJPയുടെ കേരള ഘടകത്തിന്റെ ലക്ഷ്യമാണ്. ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളുടെ വികസനം, നമ്മുടെ നഗരങ്ങളുടെ വികസനം, നമ്മുടെ മഹാനഗരങ്ങളുടെ വികസനം, അത് BJPയുടെ ഒരു പദ്ധതിയാണ്, സ്വപ്നമാണ്, പരിപാടിയാണ്. ആ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്, വികസനവും വിശ്വാസവും മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വാഭാവികമായിട്ടും ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും മഹാനഗരത്തിൻ്റെയും വികസനത്തെ സംബന്ധിച്ചുള്ള BJPയുടെ കാഴ്ചപ്പാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ് ഇവിടുത്തെ മുന്നണികൾ, ഇടതു മുന്നണിയാണെങ്കിലും വലതു മുന്നണിയാണെങ്കിലും. BJP വികസന രാഷ്ട്രീയവും വിശ്വാസ രാഷ്ട്രീയവും പറയുകയാണ്. ആ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് വന്നു. അത് BJPയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ നഗരവാസികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു. അത് പാലിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലും ഒക്കെ ബഡ്ജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ കൂടുതൽ വികസനത്തിൻ്റെ സങ്കല്പങ്ങളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിശ്രമങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, നഗരസഭാ കൗൺസിലർമാരെ, ചെയർപേഴ്സൺമാരെ ഒക്കെ ബന്ധിപ്പിക്കുക, ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു ലക്ഷ്യം. അതാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് പുറത്തും ഈ ഒരു സന്ദേശം കൊടുക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അടക്കം നമ്മുടെ ജനപ്രതിനിധികൾ സഞ്ചരിക്കുമ്പോൾ
അവർക്ക് സ്വീകരണം നൽകുന്ന തരത്തിലേക്ക് പാർട്ടി അതിനെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ വികസന സന്ദേശത്തിന്റെ ഒരു വിളംബരം എന്നുള്ള നിലയിൽ തന്നെയാണ്. വളരെ നന്ദി ചേട്ടാ. അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭാരതത്തിന്റെ മുഴുവൻ വികസനം അത് ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളുടെയും ഓരോ നഗരങ്ങളുടെയും വികസനത്തിലൂടെയാണ് സാധ്യമാകുന്നത്. ആ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് BJP എന്ന രാഷ്ട്രീയ കക്ഷി പ്രവർത്തിക്കുന്നത്. ആ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഊർജ്ജമായിട്ട് ഈ യാത്രയും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ആ ഒരു സന്ദർശനവും വഴിമാറും, അല്ലെങ്കിൽ അതിന് കാരണമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള എക്സ്പ്രസിൽ നിന്നും മനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.